നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നദികൾക്ക് മേലുള്ള നിയന്ത്രണം കടുപ്പിക്കാനായി കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നിർണായക നീക്കം നമ്മുടെ രാജ്യം നടത്തുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള. കാശ്മീരിലെ 2 ജലവൈദ്യുത പദ്ധതികളിലെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക, ഇതിനായുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം നൽകിയിരിക്കുന്നത്. 12 ജിഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദനത്തിന് ആവശ്യമായ പദ്ധതികൾക്ക് സാധ്യതാ പഠനം നടത്തുക എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും നിർണായകമായ നീക്കം തന്നെയാണ് ഇപ്പോൾ രാജ്യം നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ നടത്തുന്ന ഓരോ നീക്കങ്ങളും തീർച്ചയായിട്ടും അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിനിടെ ചെനാബ് നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബഹ്ലീഗാർ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നേരത്തെ തന്നെ നിയന്ത്രിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കിനും ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഡാമുകളിൽ ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ 50-ലധികം സാങ്കേതിക വിദഗ്ധരെ ഇന്ത്യ നിയോഗിക്കുകയും ചെയ്തു. ഇവരെ ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച ഉപരോധ നടപടികളുടെ ഭാഗമായാണ് സിന്ധു നദി ജലകരാർ മരവിപ്പിച്ചത്. ഇത് പാകിസ്ഥാന് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു. കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസം മുൻപേ അറിയിച്ച് പാകിസ്ഥാൻ്റെ അനുവാദം വാങ്ങേണ്ടിയിരുന്നു. പല നടപടികളും അവർ മുൻപ് എതിർത്തതുമാണ്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള സലാൽ ബാഗ്ലിഹാർ പദ്ധതി പ്രദേശങ്ങളിലെ റിസർവോയറിൽ നിന്ന് ചളി നീക്കം ചെയ്യുന്ന നടപടിയാണ് ആദ്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. ചളി നീക്കുന്നത് പാകിസ്ഥാൻ ഭാഗത്തെ നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യത്തെ അവർ നേരത്തെ എതിർത്തിരുന്നത്. 1987, 2009 വർഷങ്ങളിൽ കമ്മീഷൻ ചെയ്ത പദ്ധതികളിൽ കരാർ പ്രകാരം ഇതുവരെ ചളി നീക്കം ചെയ്തിട്ടില്ല. ഇത് കാരണം 690 മെഗാവാട്ട് ശേഷിയുള്ള സലാൽ, 900 മെഗാവാട്ട് ശേഷിയുള്ള ബംഗ്ലിഹാർ പദ്ധതികൾക്ക് ഇതുവരെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുമില്ല. സവൽകോട്ട് 1856 മെഗാവാട്ട്, കീർത്തായി 2 പദ്ധതികളായി 1320 മെഗാവാട്ട്, പഗാൽദൂൽ 1000 മെഗാവാട്ട്, 2024 മെഗാവാട്ട് ശേഷിയുള്ള മറ്റ് 3 തുടങ്ങി മേഖലയിലെ മുടങ്ങിക്കിടക്കുന്ന 6 പദ്ധതികളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഇവ പൂർത്തിയാകുമ്പോൾ ജമ്മു കാശ്മീരിനായി 10,000 മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സമതലങ്ങളിൽ കൃഷി, ഗാർഹിക ഉപയോഗത്തിന് ജലമെത്തിക്കാനും കഴിയും. പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജലവിഭവ മന്ത്രി CR പാട്ടീൽ, വൈദ്യുതി മന്ത്രി ML ഖട്ടർ, കൃഷി മന്ത്രി ശിവരാജ് ചൗഹാൻ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗം ചേരാൻ ഇരിക്കുകയാണ്. അതേസമയം ഈ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയത് പാകിസ്ഥാനേറ്റ കനത്ത പ്രകരം തന്നെയാണ്. എന്താണ് സിന്ധു നദീജല ഉടമ്പടി എന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. സിന്ധു നദി, അതിൻ്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യയിലായി. 1954 ലോകബാങ്ക് മധ്യസ്ഥത വാഗ്ദാനം ചെയ്തു. 6 വർഷത്തെ ചർച്ച. അതിനുശേഷം 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറൻ നദികളായ ചെനാബ്, സിന്ധു എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് കിട്ടും. കിഴക്കൻ നദികളായ സത്ലജ്, ബിയാസ്, രവി എന്നിവയിൽ നിന്നുള്ള ജലത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യക്കും കിട്ടി. നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജലസേചനം, അനിയന്ത്രിതമായ ജലവൈദ്യുത ഉൽപ്പാദനം, കുടിവെള്ള വിതരണം, നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാമെന്നും കരാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭംഗ്ര, നംകൽ അണക്കെട്ട്, രഞ്ജിത് സാഗർ അണക്കെട്ട്, പോങ് അണക്കെട്ട്, നീണ്ട കനാൽ ശൃംഖല എന്നിവയിലൂടെ ഇന്ത്യ കിഴക്കൻ നദികളുടെ ഏതാണ്ട് മുഴുവൻ വിഹിതവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ എത്രത്തോളം വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കാം. ഉപയോഗത്തിനായി ഇന്ത്യക്ക് 18% വെള്ളമാണ് നൽകിയിട്ടുള്ളത്. കരാർ പ്രകാരം ഇന്ത്യ മൊത്തം വെള്ളത്തിൻ്റെ 10% ഉപയോഗിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ഗതി മാറ്റാതെയും താഴെയുള്ള ജലനിരപ്പ് കുറയ്ക്കാതെയും പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് ഉടമ്പടി അനുമതി നൽകുന്നുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യ പദ്ധതിയാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിലേക്ക് ഈ ഒരു കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി നീങ്ങുന്ന സംഭവമുണ്ടായി. 2007 ഇന്ത്യ സിന്ധുവിൻ്റെ പോഷക നദിയായ കിഷൻ ഗംഗ നദിയിൽ, അതായത് പാകിസ്ഥാനിലെ നീലം നദി,
ഈ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയതായിരുന്നു പാകിസ്ഥാൻ വലിയ രീതിയിൽ എതിർത്തത്. പാകിസ്ഥാൻ ഈ വിഷയം ഹേഗിലെ ആർബിട്രേഷൻ കോടതിയിൽ വരെ എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. 2013 ഇന്ത്യക്ക് അനുകൂലമായാണ് കോടതി വിധി വന്നത്. 2018 ഇന്ത്യ അതിന്റെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. ഇന്ത്യ അടുത്തിടെ നിരവധി ജലവൈദ്യുതി പദ്ധതികൾക്ക് അനുമതി നൽകുന്ന നടപടികൾ വളരെയധികം ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തിടെ കിരു ജലവൈദ്യുത പദ്ധതി, ചെനാബിൽ കോർ ജലവൈദ്യുത പദ്ധതി എന്നിവയുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യ അനുവാദം നൽകിയെന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ കിഷ്ത്വാറിൽ പക്കൽ ദുൽ പദ്ധതി, റാറ്റിൽ പദ്ധതി എന്നിവയുടെ നിർമ്മാണത്തിനും ഇന്ത്യ അനുവാദം നൽകിയിരുന്നു. എന്തായാലും ഈ സിന്ധു നദീജല ഉടമ്പടി പാകിസ്ഥാന് വളരെയധികം നിർണായകമാണ്. കാരണം സിന്ധു നദീതടം പാകിസ്ഥാന്റെ 25% GDP-യെ സ്വാധീനിക്കുന്ന ഒന്നാണ്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ 80% കൃഷിഭൂമിയും സിന്ധു നദീതട സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യയുടെ 60%-ലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ലാഹോർ, കറാച്ചി, മുൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഈ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഇവിടെ. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഈ സിന്ധു നദീജല ഉടമ്പടിയൊക്കെ ഈ ഇന്ത്യ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്, റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഷിംല കരാർ അടക്കം റദ്ദാക്കിയിരുന്നു. പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. അതിർത്തി അശാന്തമാണ്. പഹൽഗാമിൽ 26 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിവയ്പ് നടത്തിക്കൊണ്ടേയിരുന്നു. എന്തായാലും ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിട്ടുണ്ട്. പ്രസ്താവനയിലൂടെ ഇന്ത്യൻ സൈന്യം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദാർ, നൌഷേര, സുന്ദർബാനി, അഗ്നൂർ എന്നിവിടങ്ങളിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള പോസ്റ്റുകളിൽ നിന്നാണ് പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവെച്ചത്. ഏപ്രിൽ 25 മുതൽ 26 വരെ പാകിസ്ഥാൻ സൈന്യത്തിന് പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തി. ഇന്ത്യ തുടർച്ചയായ 12ാമത്തെ തവണ പ്രതികാരം നടത്തുകയാണ്. അതായത് 12 തവണയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിന് ശേഷം തിരിച്ചടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അതിർത്തി അശാന്തമാണ്. ഇപ്പോഴും അവിടെ ഇത്തരത്തിൽ ഈ ഒരു പ്രകോപനമില്ലാതെ വെടിവയ്പ് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.